വന്ന ചതിക്കുഴികൾ. സൗദി അറേബ്യയിലെ രാജ്യത്തിലെ സൗദി രാജകുടുംബത്തെ മൊത്തം വിഡ്ഢികളാക്കിയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു ഉസ്മാൻ എന്നവരും അവരുടെ കുടുംബവും ഇരിക്കൂർ എന്ന പ്രദേശത്തെ ചില നാട്ടുകാരും കൂടി വിഡ്ഢികളാക്കി കുടിരിക്കുന്ന ഒരു സത്യം പറഞ്ഞു തരട്ടെയോ? ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശമായ കൊള്ളപ്പ എന്ന സ്ഥലത്ത് സലാമിന്റെ മകനായി ജീവിച്ചുവരുന്ന മുഹമ്മദ് റംഷാദ് എങ്ങനെ മുഹമ്മദ് അഫ്സീറായി എന്നു പറഞ്ഞു തരട്ടെയോ? പെരുന്നാളിന്റെ കുറച്ചു ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സലാംക ഗൾഫിൽ നിന്ന് വരുന്നത് നാളെയാണ്. നല്ല ഡ്രസ്സും ഷൂവും ചോക്ലേറ്റും പുതിയ കണ്ണടയും കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മുഹമ്മദ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്കൂള് പൂട്ടിയ സമയത്ത് സലാംഖാന്റെ ഭാര്യ മുഹമ്മദിനെയും കൂടി ഇരിക്കൂറിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയത്. അവിടെ നിന്നാണ് ഹഫ്സീർ ദജ്ജാലിനെ അവൻ കണ്ടുമുട്ടുന്നത്. മുഹമ്മദിന്റെ രൂപത്തിൽ തന്നെയുള്ള ഹഫ്സീർ ദജ്ജാൽ പരിചയപ്പെട്ടു. ഹഫ്സീർ ദജ്ജാൽ മുഹമ്മദിന്റെ കയ്യിലുള്ള വാച്ചും ഷൂവും കളിക്കുവാൻ വേണ്ടി വാങ്ങിച്ചു ധരിച്ചു. ഹഫ്സീറിന്റെ താടി പടിക്ക് തട്ടി പൊട്ടി തുന്നിടാൻ വേണ്ടിയാണ് ആ ഹോസ്പിറ്റലിൽ വന്നത്. മുഹമ്മദാണെങ്കിൽ ഒരു പിറന്ന കുട്ടിയെ കാണാൻ വേണ്ടിയാണ് സലാംഖാന്റെ ഭാര്യ മുഹമ്മദിനെയും കൂടി പോയത്. അവിടെ ഇവരെ രണ്ടുപേരെയും തനയാതെ നിലയിലാക്കി ഹഫ്സീറിന്റെ ഉമ്മയും സലാംഖാന്റെ ഭാര്യയും കുട്ടിയെ കാണാൻ പോയി. അപ്പോൾ ഒരു നേഴ്സ് മറ്റൊരു നേഴ്സിനോട് പറയുന്നത് കേട്ടു, ഞാൻ ഇവരുടെ കുട്ടിയെ എടുത്ത് അപ്പുറത്ത് ജനിച്ച കുട്ടിയുമായി മാറ്റിവെക്കാറുണ്ട്. ഇവർ വിചാരിക്കുന്നത് അവർക്ക് കിട്ടുന്നത് അവരുടെ കുട്ടിയാണെന്ന്. അത് കേട്ട ഹഫ്സീർ, ഞാനിത് ആരോടും പറയില്ല എന്ന് പറഞ്ഞു. ഇവൻ പറയുമായിരിക്കും, അതിനാൽ മുഹമ്മദിനെ കൊല്ലാൻ പറഞ്ഞു. ആ പറഞ്ഞ നേഴ്സ് മുഹമ്മദിനെ പിടിച്ചു വലിച്ച് മൂക്കടിച്ചു പൊളിച്ചു. അവന്റെ കണ്ണടയും ഡ്രസ്സും എടുത്ത് ഹഫ്സീറിന് കൊടുത്തു. ഹഫ്സീറിന്റെ ഡ്രസ്സെടുത്ത് മുഹമ്മദിന് ഇട്ടുകൊടുത്തു. എന്നിട്ട് കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി വന്ന പ്രായമായ ആള് കരഞ്ഞു പറഞ്ഞു ആ കുട്ടിയെ വെറുതെ വിടുവാൻ. അപ്പോൾ ആ നേഴ്സ് ആ പ്രായമായ ആളുടെ ഓർമ്മക്കുറവിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത് മുഹമ്മദിന് പോക്കിൽ വെച്ചു കൊടുത്തു. മുഹമ്മദിന്റെ ഓർമ്മയെ നഷ്ടപ്പെടുത്തിയത്. അല്ലാഹു ആണ് മുഹമ്മദിനെ രക്ഷിച്ചത്. അങ്ങനെ കണ്ണടയില്ലാതെ മുഹമ്മദിന് വായിക്കുവാനും എഴുതാനും കഴിയില്ലായിരുന്നു. മുഹമ്മദിന് അവന്റെ പൊട്ടുമ്മയുടെ വെളുത്ത മുഖവും പാട്ടും നല്ല ഇഷ്ടമായിരുന്നു. അതുമാത്രമാണ് ഓർമ്മ വരുന്നത്. പേര് മുഹമ്മദ് എന്നും മാത്രം ഓർമ്മയുണ്ട്. അങ്ങനെ മുഹമ്മദ് ചെന്നെത്തുന്നത് ഒരു പഴയ തറവാട്ടിലാണ്. തായിലക്കണ്ടി എന്നു പേരുള്ള തറവാട്ടിൽ. എങ്ങനെ കുറച്ചു ദിവസങ്ങൾ നല്ല മരണവേദനയോടെ കഴിഞ്ഞുപോയി. മുഹമ്മദിന്റെ മൂക്കിന്റെ പാലം വളഞ്ഞു